ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. എഫെസ്യർ 4-ാം അധ്യായത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. സ്തോത്രം, ഹാലലൂയ. ഇവിടെ പറയുന്ന പൗലോസ് പറയുകയാണ്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കെന്ന് ചൊല്ലുന്നു. ഹാലലൂയ. ഇന്ന് നമ്മളോട് ഓരോരുത്തരും പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നത് പോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നു, ആത്മീകരാണ്, നമ്മൾ ഉണർന്നിരിക്കുന്നു എന്നൊക്കെ നമ്മുടെ വിചാരമാണ്. പക്ഷേല് നമ്മൾ പലപ്പോഴും ഉറങ്ങുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിലാണ്. എന്തുറക്കത്തിലാ വെച്ചാൽ ആത്മീകമായ ഉറക്കത്തിലാണ്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാവെന്ന് ചോദിച്ചാൽ, നമ്മൾ നിൽക്കുന്നിടത്ത്, നമ്മൾ പോകുന്നിടത്ത്, നമ്മൾ വരുന്നിടത്തേക്ക് ക്രിസ്തു വെളിപ്പെടുന്നുണ്ടോ? ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിച്ചാൽ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. ആ ക്രിസ്തു നമ്മളുടെ പ്രകാശം എന്ത് സംഭവിക്കുന്നത്? ഇരുട്ടിന്റെ ശക്തികൾ ഓടി മാറും അവിടുന്ന്, അല്ലേ? അങ്ങനെയല്ലേ ക്രിസ്തു നമ്മളിൽ പ്രകാശിക്കുന്നു എന്നുള്ളതിന് തെളിവെന്താ? ഇരുട്ടിന്റെ ശക്തികൾ ഓടിമാറും, അന്ധകാര മണ്ഡലങ്ങൾ കീഴടങ്ങും. ഭയപ്പെടും നമ്മളെ കാണുമ്പോൾ. ഹാലേലിയ. അപ്പൊ ഇത് നമ്മളിൽ സംഭവിക്കുന്നില്ല എങ്കിൽ ക്രിസ്തു നമ്മളിൽ പ്രകാശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ വിളിക്കാൻ പറ്റും ഉറങ്ങുന്നവരെ. ഹാലേലൂയ. ഉറങ്ങുന്നവരെ മരിച്ചിടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഹാലേലൂയ. അപ്പൊ അങ്ങനെ ഒരു വിളി നമ്മുടെ ജീവിതത്തിൽ, ഹാലേലൂയ, അങ്ങനെ ഒരു ആഹ്വാനം നമ്മുടെ ജീവിതത്തിൽ പറയാൻ ഇടയാകാതെ വണ്ണം ക്രിസ്തു നമ്മളിലൂടെ പ്രകാശിക്കണം. ഹാലേലൂയ. ഞാൻ അന്ന് ഇങ്ങനെ മീറ്റിംഗ് പോയ സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു വചനമാണ്. ഹാലേലൂയ. നമ്മുടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തില് ഒന്നെടുക്കോ സിസ്റ്റർ? 11 എത്ര? ഒന്നുകൂടി വായിച്ചു. എന്നാൽ ഇശായിയുടെ കുറ്റിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവാഭക്തിയുടെ ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവാഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. മതി മതി സിസ്റ്റർ, മതി. ഇവിടെ നമ്മൾ വായിച്ച് നിർത്തിയ വാക്യം, തന്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തന്റെ അതരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. ഹാലേ. ഇത് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഈ വചനത്തിൽ പറഞ്ഞേക്കുന്നത് നമുക്കറിയാം. കാരണം ഐശായുടെ കിട്ടുന്നൊരു മുള പൊട്ടും, അവന്റെ മേൽ അവന്റെ വേരിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന് വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തെ യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്ന പോലെ വിധിക്കുകയില്ല. പക്ഷെ ഇന്ന് ഇത് യേശുകർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണെങ്കിലും ഇത് ഇന്ന് നമ്മൾ ഓരോരുത്തരിലും നമുക്ക് ദൈവത്തിന്റെ ആത്മാവുണ്ട്. ജ്ഞാനത്തിന്റെ ആത്മാ, വിവേകത്തിന്റെ ആത്മാ, വെളിപ്പാടിന്റെ ആത്മാ, യഹോവ ഭക്തിയുടെ ആത്മ, ഇതൊക്കെ. പക്ഷെ ഇവിടെ അടുത്ത് പറഞ്ഞ വാക്ക്, അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. കാരണം അവൻ എല്ലാ ആത്മാവും ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അവൻ സന്തോഷിക്കുന്നത് ദൈവത്തോടുള്ള ഭക്തിയിലായിരിക്കും. അങ്ങനെയുള്ള പറഞ്ഞ കണ്ണുകൊണ്ട് കാണുന്ന പോലെ വിധിക്കുകയില്ല. ഹാലേലിയ. ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ അവൻ ആമേൻ ഹാലേലിയ. അവൻ തന്റെ ദരിദ്രന്മാർ നീതിയോടെ ന്യായം ദേശത്തെ സാധുക്കൾ നേരെ, തന്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. കണ്ണു ഇപ്പം ഞാൻ എപ്പോഴും പറയാറ്, നമ്മുടെ ഒരു പൈശാചികമായ ബന്ധനത്തിൽപ്പെട്ടൊരു വ്യക്തി നമ്മളെ പോരാടുമ്പോൾ, ഹാലേലിയ, നമുക്ക് ഒരിക്കലും ആ വ്യക്തിയോട് നമുക്ക് വിരോധം തോന്നാൻ പാടില്ല. ഹാലേലിയ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നമ്മൾ വിധിക്കരുത്. കാരണം ഈ വ്യക്തിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ആ പിന്നിൽ വ്യാപരിക ശക്തി ഏതാണെന്ന് കാണണം. നമുക്ക് ചില ആൾക്കാരുടെ ഭയങ്കര വിരോധം മനസ്സിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ, അവര് നമ്മളെ കാണുമ്പോൾ ആവശ്യമില്ലാതാണെങ്കിൽ നമ്മുടെ വഴക്കിന് വരുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഒരു
ദേഷ്യം അതൊക്കെ വരുമ്പോൾ നമുക്ക് അന്നേരം നമുക്ക് ഭയങ്കര വിഷമവും വിരോധമൊക്കെ വരും. പക്ഷെ അത് നമ്മൾ അതിനെ ഒന്ന് മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെ പണ്ടൊരിക്കൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഒരിക്കൽ പറഞ്ഞാണെങ്കിൽ, നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, അപ്പൊ തന്നില്ലെന്നിരുന്നു, അവരുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു ചോദിച്ചു, തന്നില്ല. അപ്പൊ നമുക്ക് ദേഷ്യം വരും, അല്ലെ, സങ്കടവും ദേഷ്യമൊക്കെ വരും, അയ്യോ എന്നാലും അവർ തന്നില്ലല്ലോ. അപ്പൊ ദൈവാത്മ എന്നോട് തന്ന് ഞാനിങ്ങനെ ഇരുന്നതിനെ കുറിച്ച് വിഷമിച്ച ദൈവാത്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാ സങ്കടപ്പെടുന്നത്? ഞാനത് തിരിയിക്കാതിരുന്നു. നിനക്ക് ആലോചിച്ചൂടെ, ഞാൻ പറഞ്ഞാൽ ഇവിടുത്തെ രാജാവ് തന്നെ നിനക്ക് കൊണ്ടുതരും. അപ്പൊ ഞാൻ ഹൃദയത്തെ കഠിനമാക്കും, ഹൃദയത്തെ അനുകൂലമാക്കുന്നത് ഞാനാണ്. അപ്പൊ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം നീ പറയുമ്പോൾ അത് തന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് ഞാനാണ്. ഹല്ലേലൂയ. അതുപോലെ നമ്മളൊരാള് ഞാൻ എപ്പോഴും പറയാം, ഒരാൾ നമ്മളെ തെറി പറയണമെന്ന് വിചാരിച്ച് മനസ്സിൽ പ്ലാൻ ചെയ്ത് നമ്മുടെ മുമ്പ് വന്നാലും വായ തുറക്കത്തില്ല ചിലപ്പോൾ. കാരണം എന്താ വെച്ചാൽ ദൈവം അനുവദിക്കാതെ വായ തുറക്കത്തില്ല. ഇനിയിപ്പോ ദൈവം അനുവദിച്ചിട്ട് ചുമ്മാ റോഡ് കൂടെ പോകുമ്പോൾ നമ്മൾ നോക്കി ആരെങ്കിലും ചീത്ത വിളിക്കും. കാരണം അതെന്താ വെച്ചാൽ ദൈവം അനുവദിച്ചത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തികളോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം മാറും, പോരാട്ടം മാറും, നമ്മുടെ ശത്രുത്വം മാറും. കാരണം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ വിധിക്കത്തില്ല. കാരണം നമ്മൾ അതിന്റെ പിന്നിൽ ശക്തിയെ കണ്ടുകൊണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നല്ലൊരു സഹോദരി വിളിച്ചിട്ട് എന്നോട് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളെ കുറിച്ചും ഇന്നും അത് തുടർന്ന് പോകുന്നതിനെ കുറിച്ചും പോരാടും. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊക്കെ അഭിഷേകം ലഭിച്ചതല്ലേ, നിങ്ങൾ അന്യഭാഷ നടന്ന് പ്രാർത്ഥിക്കരുത്. എന്നിട്ട് ആ ഒരു വ്യക്തി നമ്മളോട് എന്തെങ്കിലും പറയുമ്പം അവരുടെ ധൈര്യം നമ്മൾ തിരിച്ചൊന്നും പറയാതെ അകത്ത് ആത്മാവിൽ നമ്മളെ വ്യക്തികളെ ശക്തിയെ ശാസിക്കാൻ ശ്രമിക്കും. ഓരോ ദിവസം ഇത് ചെയ്യുമ്പോഴത്തേന് വ്യത്യാസം വരും. പിന്നെ അവർക്കിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ലോണം പറയും. ഞാൻ ചില സമയത്തൊക്കെ പറയുമെങ്കിൽ ഈ ഗുണമില്ലാതെ ദൈവനാമം ദുഷിക്കെതിരെ നടക്കുന്നതൊക്കെ, കർത്താവെ നീ നിന്റെ ദൂതൻ ഇറങ്ങി അടിക്കുക തന്നെ വേണമെന്നുണ്ട്. ഞാൻ അങ്ങനെ ഒന്നിനും തന്നാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ പോണ പുറത്ത്, അത്രേ ഉള്ളൂ. അതിനെ രണ്ടും കെട്ട് നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയൊക്കെ. പണ്ട് ഇവിടെ എന്ന് പറഞ്ഞതൊക്കെ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ സിസ്റ്റം എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കും. കാരണം വെച്ച് കഴിഞ്ഞാല് ചിലപ്പം എൻ്റെ പൗലോസ് പറഞ്ഞില്ലേ, അവന്റെ കണ്ണ് കുറച്ചു നേരത്തേക്ക് കാഴ്ച പോട്ടെ. കാരണം എന്താ, ദൈവത്തിന്റെ വചനം അവിടെ പറയാൻ സമ്മതിക്കാതെ അത് രചിതിൽ നിൽക്കുകയാണ്. അവൻ കുറച്ചൊരു കണ്ണ് കാണണ്ട, ഇരുത്താൻ പറ്റിയില്ലേ. കാരണം വെച്ച് കഴിഞ്ഞാല് അതുപോലെ നമ്മുടെ മേൽ കിടന്ന അധികാരം ഇതൊക്കെ ഉപയോഗിക്കണം. ഒരു മനുഷ്യരെ ഒരു കള്ളും കുടിച്ചു വന്നിട്ട് വിശ്വാസി എന്ന് പറഞ്ഞിട്ട് അവർ ഭാര്യ എടുത്ത് അടിക്കുന്നവനെ കണ്ട അവന്റെ കൈക്കിട്ട് നല്ല അടി കൊടുക്കുക ദൈവത്തോട് തന്നെ പറയണം. പിന്നെ അവൻ കൈ പൊക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കണം, ഇത് പൊക്കിയാ എനിക്ക് പണി കിട്ടുമെന്ന്. മനസ്സിലായ? അത് ചെയ്യ തന്നെ വേണം. അതിനകത്തൊന്നും ഒരു ഉപേക്ഷം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇവിടെ യഹോ നമ്മൾ കണ്ണുകൊണ്ട് കാണും. പക്ഷെ അടുത്ത വാക്യമാണ് തന്റെ വായെന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തന്റെ വായെന്ന വടി കൊണ്ട് അവൻ ഭൂമി, യെശയ്യാ പ്രവാചകന്റെ വായെന്ന വടി കൊണ്ട് ഭൂമി അടിക്കും. എന്ന് വെച്ചാ നമ്മുടെ പ്രോബ്സിലത് പറയുന്നത് നാവിന്റെ ആണ് അധികാരം ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സബ്ജക്റ്റ് കുഞ്ഞിന് ഡിഫിക്കൽട്ടാന്ന് പറയുമ്പം നമ്മൾ എന്താ പറഞ്ഞു വിടുന്നത്? അധികാരം നമ്മുടെ നാവിൽ. അപ്പൊ നമ്മളത് പാടാന്ന് പ്രയാസമാണെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. കാരണം എന്താ കാരണം നമ്മുടെ നാവിൽ അധികാരമാണ്. അയ്യോ ഞാൻ കൊള്ളത്തില്ലേ, എനിക്ക് പറ്റത്തില്ലേ, എനിക്കതൊന്നും ചെയ്യാൻ കഴിയത്തില്ലേ എന്ന് നമ്മൾ പറഞ്ഞാൽ കഴിയത്തില്ലെന്നേ, അതിനകത്തൊരു സംശയമില്ല, നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഇങ്ങനെ കഴിഞ്ഞ ഇപ്പം ഈ നമ്മുടെ ഓൾ നൈറ്റ് പ്രയറിന് പോകുന്ന സമയത്ത് അന്നത്തെ രാവിലെ ഞാൻ പ്രാർത്ഥന, അവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് വരുന്നൊരു സിസ്റ്റർ ഇങ്ങനെ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കാണിക്കുന്നുണ്ട്. കാരണം അവർക്ക് 1-2 സബ്ജക്റ്റ്, അവർക്ക് പണ്ട് അവർ ഗവൺമെന്റ് ജോലി, സെൻട്രൽ ഗവൺമെന്റ് ജോലി കയറിയേക്കുന്ന അവരെന്തോ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് വർക്ക് ചെയ്യുന്നത്, അവരിവിടുത്തെ. അപ്പൊ അവർക്ക് അവരെ പിന്നാലെ വന്നവരെല്ലാം പ്രൊമോഷൻ കിട്ടി പോയിട്ടും ഇവർക്ക് 10-12 വർഷമായിട്ട് എന്താ എനിക്ക് തോന്നുന്നു പ്രൊമോഷനും കൊടുത്തിട്ടില്ല, അവരുടെ ഗ്രേഡും മാറിയിട്ടില്ല. അവരങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ അവരുടെ കൂടെ സബോർഡിനേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവർ പോലും ഇന്ന് അവരുടെ മേലെ നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഭാരമാണ്. അവരുടെ ഫയൽ മാത്രം എന്തോ കാരണം പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥ എന്താ, അങ്ങനെ ഒന്ന് പറഞ്ഞ് പ്രയർ റിക്വസ്റ്റ് പറഞ്ഞ പോലെ കേട്ടാതാണ്.
രണ്ടാമത് മകൻ സെൻട്രൽ ഗവൺമെന്റിലാണ്, അത് ഡൽഹിയിലെങ്ങാണ്ട. അപ്പൊ മകന്റെ എന്തോ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് എന്തോ കാര്യത്തിനൊക്കെ. അപ്പൊ ഈ രണ്ട് വിഷയം ഗവൺമെന്റ് പരമായി കിടക്കുന്ന രണ്ട് കെട്ടുകളാണ്. അപ്പൊ അത് അവിടെ കഴിഞ്ഞ മാസം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടു. ഞാനല്ല അവിടെ അവർ പ്രാർത്ഥിച്ചു പോകുന്ന ഞാൻ കണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഞാൻ അവരുടെ മുഖം ഇങ്ങനെ കണ്ടു. അപ്പൊ വൈകുന്നേരം ഞാൻ ഇവരെ അപ്പം ഇവർ ഞാനിങ്ങനെ എഴുതിട്ട് തിരിഞ്ഞു നോക്കി, ഇവരെ എൻ്റെ തൊട്ട് പുറകെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഇവർ പെട്ടെന്ന് ഇടയ്ക്ക് പകുതിക്ക് വെച്ച് ഇവർക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പോകും. പോകാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അവരോട് പറഞ്ഞ്, നിങ്ങളുടെ മുഖം ഇന്ന് രാവിലെ എന്നെ പ്രാർത്ഥന ദൈവം കാണിച്ചു, നിങ്ങളുടെ വിഷയങ്ങൾക്ക് അതിന് മറുപടി വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവർക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ദൈവം കൊലപ്പെടുത്തിയ ഒന്ന് രണ്ട് വെളിപ്പാട് കണ്ടതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഞായറാഴ്ച അവര് ചർച്ചിൽ പറഞ്ഞ്, എനിക്ക് ഓൺലൈൻ പ്രേയർ വലിയ സന്തോഷം, മിനിസ സിസ്റ്ററോട് ദൈവം പറഞ്ഞത് എന്റെ കാര്യങ്ങളെല്ലാം ദൈവം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുക പോലും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ആഴ്ച തന്നെ എന്റെ കാര്യമൊക്കെ നടക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനൊരു കർത്താവ് ഞാൻ അങ്ങനെയല്ല, പക്ഷെ എന്തെങ്കിലും എന്റെ മനസ്സിൽ പറഞ്ഞു അവർ കേട്ടത് ചിലപ്പോൾ അങ്ങനെയല്ല, അവരുടെ വിശ്വാസത്തെ അവർ എങ്ങനെയായിരിക്കും അത് ഏറ്റെടുത്തതെങ്കിൽ ദൈവം അതുപോലെ ചിലർ എക്സാമ്പിൾ ഞാൻ ഇന്നലെ പറയുന്നത്. ഞാനിങ്ങനെ വേറെ അവിടുത്തെ പാസ്റ്ററായിട്ട് നല്ല സംസാരിച്ചാൽ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദുബായ് ചർച്ചില് ഞങ്ങള് അടക്കം കുറച്ച് യൂത്ത് പിള്ളേരോട്ടുണ്ട്. അതില് ഒരു പയ്യൻ നാട്ടിൽ നിന്ന് വന്നിട്ട് വിസ വന്നിട്ട് അവനൊരു അവൻ ഹോസ്പിറ്റൽ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്ന, അവന് ജോലി കിട്ടിയായിരുന്നു. അപ്പൊ അവിടെ വന്ന പ്രവാചകനെന്തോ, ഞാൻ ഉണ്ടായിരുന്നില്ല, അവിടെ വന്ന പ്രവാചകനെന്തോ ആ ആഴ്ചയിൽ ഞാൻ ഇല്ലാഞ്ഞ ആഴ്ചയിൽ പുള്ളിയോടെ കണ്ട് പറഞ്ഞെന്ന്, നിനക്ക് വേറെ നല്ല ജോലി ദൈവം തരാൻ പോവാന്ന് പറഞ്ഞു. ഇവനത് കേട്ട വഴി വിശ്വസിച്ച് പിറ്റേ ദിവസം പോയിട്ടാണ് ഉണ്ടാകുന്ന ജോലി അങ്ങ് റിസൈൻ ചെയ്ത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ചയപ്പോൾ ഇതേ പ്രവാചകൻ തന്നെ ഇവനോട് മാറ്റി പറഞ്ഞ്, നിനക്ക് ചിലപ്പോൾ ഒരു വിസിറ്റ് കൊണ്ട് എടുക്കേണ്ടി വരുമായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടിയാൽ നീ ഒരു വിസിറ്റ് വിസ 3 മാസത്തെ വിസിറ്റ് വിസയില്ല, ഒരു വിസിറ്റ് വിസ കൊണ്ട് എടുക്കേണ്ടി വരും ചിലപ്പം, അപ്പോഴേ നിനക്ക് ജോലി കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും ഇങ്ങനെ മാറ്റി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് ഈ പിള്ളേരന്ന് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് എൻ്റെ അടുത്ത് ഓടി വിളിച്ചു വന്നു, ചേച്ചി അങ്ങനെ പറഞ്ഞു ചേച്ചി, എനിക്ക് ആ പ്രവാചകൻ തന്നെ മാറ്റി പറഞ്ഞു എനിക്ക് ജോലി കിട്ടുമെന്ന്, ജോലി റിസൈൻ ചെയ്യുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്നോട് അവർ പ്രാർത്ഥിച്ച ആലോചന പറഞ്ഞു, നീ എങ്ങനെയാ അത് ഏറ്റെടുത്തെന്ന് വെച്ചു. ഞാനത് 100% വിശ്വസിച്ച് ഏറ്റെടുത്തു, ദൈവം എനിക്ക് ജോലി തരുമെന്ന്. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണോ നീ ജോലി റിസൈൻ? അതുകൊണ്ടാണ് ജോലി. ഞാൻ പറഞ്ഞു, എന്നാ നീ നിന്നു, നിനക്ക് 89 ദിവസമല്ലേ വിസയല്ല, 88ാമത്തെ ദിവസം നിനക്ക് ജോലി കിട്ടിയിരിക്കും. എൻ്റെ ദൈവം ഫോഷ്ക്ക് പറയത്തില്ല. സത്യത്തെ എനിക്ക് പരിശുദ്ധനെ വെളിപ്പെടുത്തിയിട്ടൊന്നുമല്ല, ഞാനത് എൻ്റെ ഒരു അന്നേരത്തെ ഒരു ഇതിൽ ഞാനങ്ങ് പറയുക ചെയ്തത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവാത്മ പ്രവചനമായിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് 88ാമത്തെ ദിവസം ദൈവം ജോലി തരുമെന്നാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അന്ന് ആ സമയത്ത് എൻ്റെ മോക്ക് ചിക്കൻ ബോക്സ്, ഊട്ടി പഠിക്കുന്ന ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. ഇവർക്ക് ചിക്കൻ ബോക്സ് അത് കേട്ട വഴിയെ 88ാമത്തെ ദിവസം ആയപ്പോൾ ഇവനെ 87ാമത്തെ ദിവസമായപ്പോൾ ഇവനെ എന്നെ വിളിക്കുക, ചേച്ചി 87 ദിവസമായി ഇതുവരെ ജോലി ഒന്നും കിട്ടിയില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, എടാ നിന്നോട് ദൈവം 2 ദിവസം കൊണ്ട് നിന്റെ മുമ്പിലില്ലേ, 89 ദിവസമല്ലേ വിസയുള്ള, ദൈവത്തിന് 2 മണിക്കൂർ പോലും വേണ്ട പ്രവർത്തി, നീ ഫോൺ വെച്ചിട്ട് പോയെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം സംഭവിച്ച അത്ഭുതം ഞാനത് പറഞ്ഞു, നേരത്തെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. 88ാമത്തെ ദിവസം ഒരു കോള് വന്ന് അവൻ ചെല്ലുമ്പോൾ നമ്മുടെ ഫുജിയറല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചേക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ഒരു ഇന്റർവ്യൂവിന് പോയി. അവിടെ അവന് അന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തു. ഗവൺമെന്റിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് നടക്കത്തില്ല ഇതല്ല. എന്നിട്ട് അവൻ പറയാ, ചേച്ചി എനിക്ക് ജോലി കിട്ടി, അത് ഗവൺമെന്റ് ജോലി തന്നെ കിട്ടി. ഇതിനകത്ത് വലിയൊരു അത്ഭുതം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ആ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ ആ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ എന്തായാലും ജോലി കിട്ടി. പറഞ്ഞ പോലെ 89 ദിവസം പോകാൻ ദൈവം അനുവദിച്ചാൽ 88ാമത്തെ ദിവസം അവന് ജോലി കൊടുത്ത് പറഞ്ഞ ദിവസം തന്നെ. പക്ഷെ ഇതിനകത്ത് സംഭവിച്ച കാര്യം പറയാം. ഇവ വേറെ എവിടെയൊക്കെ ഹോസ്പിറ്റലിൽ ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. ഇവിടുത്തെ HR ആള് ഏതോ ഹോസ്പിറ്റലിൽ പുള്ളിക്ക് ഒരാളെ വേണം നോക്കിയപ്പോൾ അവിടെ കേട്ട ആപ്ലിക്കേഷൻ, പുള്ളി അതിൽ നിന്ന് കുറച്ച് ആപ്ലിക്കേഷൻ എടുത്തോണ്ട് പോയി. ഹല്ലേലൂയ. അതെടുത്തോണ്ട് പോയപ്പോൾ അതിനകത്ത് ഇവന്റെ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇവനെ വിളിക്കുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന അവർ അന്ന് തന്നെ അപ്പോയിന്റ് ചെയ്യുന്നവർ, അവർക്ക് അത്യാവശ്യമായത് ഗവൺമെന്റ് ജോലി തന്നെ ദൈവം കൊടുത്തു. അപ്പൊ ദൈവത്തിന്റെ ഹല്ലേലൂയ ആമേൻ നമ്മൾ കേൾക്കുന്നത് നമ്മൾ എങ്ങനെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന, ചിലപ്പോൾ മാനുഷ്യമായി ചിലർ പറയുന്ന ദൂതാണെങ്കിൽ പോലും നിന്റെ ഹൃദയത്തിൽ നീ അത് 100% വിശ്വസിച്ച് എന്റെ ദൈവം അത് ചെയ്തു തരുമെന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നടക്കും. ഹല്ലേലൂയ. അപ്പൊ അത് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി. ദൈവം അതിന് വിലയിടും നമ്മുടെ വിശ്വാസത്തിന്. ഹല്ലേലൂയ. അപ്പൊ ഇന്നപ്പോ ഈ യുക്കലാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വിവാഹം കഴിച്ച യുക്കൽ എന്നെ ഇടയ്ക്ക് ഒരു ദിവസം വിളിച്ചിരുന്നു, അവന് കുഞ്ഞുങ്ങളുണ്ടാകാത്ത കാര്യം പറഞ്ഞ് ഹല്ലേലൂയ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ. അപ്പൊ അന്നേരം നമ്മള് ഇവിടെ പറയും. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, ഇവിടെ വായെന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. കാരണം നമ്മുടെ വായുമേൽ അധികാരം എന്തിനു വേണ്ടിയിട്ടാ? പിശാചിനെ അടിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിൽ
നമ്മുടെ ജീവിതത്തിൽ പിശാച് നിന്നാൽ നീ പ്രാർത്ഥിക്കാൻ മറ്റാരും വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. നിന്റെ വായിൽ ദൈവം അധികാരം തന്നിട്ടുണ്ട്. യെശയ്യാ പ്രവാചകൻ ഇത് വായ് എന്ന വടി എന്ന് പറയുമ്പോൾ യോഹന്നാൻ വെളിപ്പാടി കണ്ട് അവന്റെ വായിൽ നിന്ന് ഇരുവായത്തിലുള്ള വാള് പുറപ്പെടുന്നു. ഹല്ലേലൂയ, ആമേൻ. അവിടെ എഴുതിക്കുന്ന ഇരുവായ്ത്തലയുള്ള വാള്, അവന്റെ വാൽ. എന്താ ഇരുവായ്ത്തലയുള്ള വാള്? നമ്മുടെ നാവിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ വായ തുറന്ന് നമ്മൾ പറയുമ്പോൾ ഹല്ലേലൂയ, അവൻ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചും പറഞ്ഞു അത് ഇരുവായത്തിലുള്ള വാളാണെന്ന്. നമ്മൾ പ്രയോഗിക്കുക, നമ്മൾ പറയുമ്പോൾ ഞാൻ പറയാം, ദൈവ വചനം ഇരുവായത്തുള്ള വാളാണെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ഇരുവായത്തുള്ള വാള് തന്നെയാണത്. നമ്മൾ ആത്മാവിൽ പറയുകയാണ് ഹല്ലേലൂയ. ഒരു വിഷയം കാണുമ്പോൾ അതിനെ നോക്കി നമ്മൾ ശാസിക്കുമ്പോൾ അതിനെ വെട്ടി ഹല്ലേലൂയ, അതിനെ മാറ്റിക്കളയുന്ന രീതിയിലേക്ക് അത് പ്രയോഗിക്കാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വായ്ക്ക് എന്ത് അധികാരം ദൈവം തന്നിട്ടുണ്ടെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാൻ എഫേസ്യർ പറഞ്ഞ, ഉറങ്ങുന്നവരെ എഴുന്നേൽക്കണം. എന്താ? ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കണം. ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കുക എന്ന് വെച്ചാ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോരുകയല്ല, നമ്മൾ പറയുമ്പോൾ അതിന്റെ അധികാരം വെളിപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നമ്മൾ ഞാൻ പറയാം, കുഞ്ഞുങ്ങൾ എത്ര പഠിക്കാൻ മോശമാണെന്ന് ഞാൻ പറയാം, അവരെ തലയെ കഴിച്ച് ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഇവന് ദൈവിക ജ്ഞാനമുണ്ട്, ഹല്ലേലൂയ, ഇവരെല്ലാത്തിലും ബെസ്റ്റാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സുറന്ന് അനുഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം മാറും. എന്ത് വിഷയമാണെങ്കിലും ചിലപ്പോൾ യാഥാർത്ഥ്യം അവന് ഇന്ന സബ്ജക്റ്റ് പാടായിരിക്കും, വിഷമം വരും. പക്ഷെ ഇത് നമ്മുടെ വായിക്കൊണ്ട് പറയരുത്. ശത്രു എപ്പോഴും ശ്രമിക്കുന്ന കാര്യം നമ്മുടെ വായിക്കൊണ്ട് ചിലതിനെ പറയിച്ച് അവനത് അധികാരമൊന്നുമില്ല. ശത്രു ഇപ്പൊ പിശാച് പറയാണ്, നമ്മുടെ കുഞ്ഞിന് പഠിക്കാൻ ബുദ്ധിയില്ലെന്ന്, ഒന്നും സംഭവിക്കുന്നത് പിശാചിന്റെ വാക്കുകളല്ല. പക്ഷേ ഇവൻ ഇത് നമ്മുടെ തലയിലേക്ക് ഇട്ട് തന്നിട്ട് ഇത് നമ്മളെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കും. നമ്മളെ കൊണ്ട് പറയൊക്കെ നമ്മളിപ്പോ 10 പേരോട് പറയാം, ആരാണ് വിളിക്കുക, എങ്ങനെയുണ്ട് മോന്റെ പഠിത്തമൊക്കെ വെച്ചാൽ അവന് മാത്സ് ഭയങ്കര പാടാട്ടോ, ബാക്കി സബ്ജക്റ്റ് കുഴപ്പമില്ല, ബയോളജി ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഫിസിക്സ് കുറച്ച് വലിയ ഇതൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ക്രിയ ചെയ്യും അന്തരീക്ഷത്തിലേക്ക്. അല്ലെങ്കിൽ നമ്മുടെ ഈ വാക്കുകൾ അതിന്റെ ജീവൻ ഇങ്ങനെ വ്യാപരിച്ച് അതിന്റെ മേലെ അത് പ്രവർത്തിക്കാൻ ഇടയാകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ, ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മുടെ വായ്, അതുകൊണ്ടാ പറഞ്ഞത് ഹല്ലേലൂയ, എന്താ പറയാ, നിങ്ങൾ കേൾക്കാൻ വേഗതയും പറയാൻ താമസമുള്ളവരായി മാറട്ടെ എന്ന്. അപ്പൊ നമ്മൾ പറയുന്നതിന് മുമ്പ് എന്ത് നമ്മൾ പറയാൻ പോകുന്നു, അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് ആലോചിക്കണം. നമ്മുടെ എല്ലാവർക്കും അറിയാം, എനിക്ക് ഞാൻ വിശ്വാസം ഇത് വന്നതിന് ശേഷം ഞാൻ ഇടയ്ക്ക് സിനിമയൊക്കെ കാണുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ, കാണുമായിരുന്നു എന്തെങ്കിലുമൊക്കെ. അന്ന് ലൂസിഫർ നമ്മുടെ സിനിമ ഇറങ്ങി. ഹല്ലേലൂയ. നമ്മുടെ പല പാസ്റ്റർമാരും എന്നോട് പറഞ്ഞു, ഞങ്ങളും കണ്ടത്, എന്താണെന്ന് അറിയാൻ വേണ്ടി കണ്ട ആൻറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാണാൻ ശേഷം എല്ലാവരും കണ്ട പേര് ഇട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി കണ്ടു. ഞാനും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഞാനത് 2-3 പേരോടൊക്കെ ഇങ്ങനെ ആരോടൊക്കെ പറഞ്ഞു, അത് നല്ലതാന്ന് പറഞ്ഞു. പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് നീ എന്താ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ക്ലിക്കായത്, ഞാൻ എന്താ ഈ പറഞ്ഞതെന്ന്. കാരണം അവനെ നമ്മൾ ഒരിക്കലും നല്ലതാന്ന് പിശാചിനെ നോക്കി നമ്മൾ പറയത്തില്ല. പക്ഷേ അവനൊരു സിനിമായി പേരിലൂടെ വന്ന് ഒരു നല്ല ഒരു മൂവി കൊണ്ടുവന്നിട്ട് അവൻ എന്താ അവിടെ പറയിച്ചെന്ന് വെച്ചാൽ അവൻ നല്ലതാണെന്ന് എല്ലാ മനുഷ്യരുടെ വാഗൊണ്ടും പറയിച്ചു. ഹല്ലേലൂയ. അതെത്ര വലിയ തന്ത്രമാണ്. അതായത് ഈ ദിവസങ്ങൾ ഞാനതുപോലെ ഒരു ദിവസം എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ പോകുന്ന വഴി ഫ്രണ്ടിൽ നമ്മുടെ മുമ്പിൽ പോകുന്ന ബസ്, ഓട്ടോറിക്ഷ, വാഹനങ്ങളെല്ലാം ഈ ലോകത്തിന്റെ കുറെ ദൈവങ്ങളുടെ പേരെഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നാ ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമ്മളിത് കാണുമ്പോൾ നമ്മുടെ വായിക്കൊണ്ട് നമ്മളിത് വായിക്കുന്നുണ്ട് അല്ലെ, ഇന്ന അമ്മ അങ്ങ് അല്ല അപ്പൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്, അല്ലെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നമ്മൾ ഇതിനെ പറയണം. ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ സിസ്റ്റർ? ഒരു കാര്യമില്ല അല്ലെ. കാരണം ഇത് നമ്മൾ കണ്ടിട്ട് നമ്മളിത് വായിക്കണം. അപ്പൊ എന്താ യഥാർത്ഥത്തിൽ നമ്മൾ അവരുടെ പേര് ഉരുവിടുന്നു.
ഹാലലിയ. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ശരിയാണല്ലോ എന്നിട്ട് എന്നോട് പറയുന്നത്. പിന്നെ പോലെ നീ അത് പറഞ്ഞതിന് ശേഷം ഞാൻ എന്തെന്ന് പറയാ, ഞാൻ അത് കാണുമ്പോൾ വായിക്കത്തില്ലെന്ന് എന്നോട് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ഈ പിശാചിന്റെ പേര് പറയുന്നത്, അതാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഞാനത് വായിക്കത്തില്ലെന്ന്. ഹാലലിയ. നിങ്ങൾ ശ്രദ്ധിച്ചത് ഇപ്പൊ ശത്രുവിന്റെ തന്ത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ട് ഇത് നമ്മളെ കൊണ്ട് വായിപ്പ്, പിന്നെ ചില സ്ഥലങ്ങൾക്കൊക്കെ ചിലതിന്റെയൊക്കെ പേര് കൊണ്ടിട്ട് നമ്മളെ കൊണ്ട് പറയിക്കുക. ഇന്നോട് ബസ്സിൽ കയറി ഇന്നടുത്ത് ഇറങ്ങണമെന്ന് പറയണ്ടേ? പറയണം, പറയിപ്പിക്കുക. ഇത് നമ്മുടെ വായി കൊണ്ട് ഇത് ചെയ്യിക്കുകയാണ്. ഹല്ലേലൂയ. അമ്മ ഞാൻ അറിയാണ്ട് എത്രയോ ബസ് കണ്ടേക്കുന്നത്, ഏതിന്റെയെങ്കിലും പുറകിൽ യേശു ക്രിസ്തു എന്ന് എഴുതിയിട്ടുണ്ടോ? ഏതോ കുറച്ചൊന്നോ രണ്ടോ വലിയ അപൂർവമായിട്ട് ജീസസ് എഴുതിയിട്ടുണ്ട് ചില ബസ്സിന്റെ ഒക്കെ പുറകിൽ. അല്ലാതെ ഏതൊക്കെ എത്ര ബസ്സിൽ യേശു ക്രിസ്തു എന്ന് എഴുതിയിട്ടുണ്ട്? സമ്മതിക്കത്തില്ലെന്നേ. യേശു ക്രിസ്തു എന്ന് എഴുതാനിട്ട് ക്രിസ്തു എന്ന് കേൾക്കുമ്പോ അവന് പേടിയാണ്. ആരെങ്കിലും ക്രിസ്തു എന്ന് പറഞ്ഞാലാണ് ആമേൻ അവൻ അത് മാത്രം എഴുതിക്കത്തില്ല. കണ്ടപ്പോ സകല പിശാചുക്കളുടെയും പേര് എഴുതിച്ചു വെക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നതിനെയൊക്കെ ഹല്ലേലൂയ നമ്മൾ ആത്മാവ് കൊണ്ട് വിവേചിക്കണം ചില കാര്യങ്ങൾ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പത്രമെടുക്കുമ്പോൾ കാണുന്ന ന്യൂസുകൾ ഹല്ലേലൂയ ഓരോന്നും കാണുമ്പോൾ അതിന്റെ പിന്നിലുള്ള കാരണം എന്തുകൊണ്ടെന്ന് നമ്മൾ കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ഞാൻ എപ്പോഴും പറയും, നമ്മളെ ദേശത്തിന്റെ കാവൽക്കാരായി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളിലൂടെ ക്രിസ്തു പ്രകാശിച്ചു കഴിഞ്ഞാൽ ഈ ദേശത്ത് ഇരുട്ട് നിൽക്കത്തില്ല. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിഷയം ഞാൻ പറഞ്ഞുതരാം. ഇന്നും എന്നും ഉൽപ്പത്തി തുടങ്ങിയൊരു വിഷയം ഞാൻ പറഞ്ഞുതരാം. നീ കൂടുതൽ പ്രകാശിച്ചു കഴിഞ്ഞാല് വിഷയമാണ്. കാരണം എന്ന് വെച്ചാല് അസൂയ വരും. ശൗൽ 1000 കൊന്ന്, ദാവീദ് 10,000 കൊന്ന്. ഹല്ലേലൂയ. ഇത് കേട്ടാൽ അപ്പൊ വിഷയമാവും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവം, പക്ഷെ പിള്ളേരെല്ലാം കൂടി ഇരുന്ന് കളിയാക്കി, അതങ്ങ് ആ വഴിക്ക് പോയി. ഹല്ലേലൂയ. ഓൾ നൈറ്റ് പ്രയറിന്റെ കാര്യം ആദ്യത്തെ ആഴ്ചയിൽ, രണ്ടാമത്തെ ആഴ്ച ഓൾ നൈറ്റ് പ്രയർ, ആദ്യത്തെ ആഴ്ച ഓൾ നൈറ്റ് പ്രയർ വന്നവർക്കൊക്കെ എങ്ങനെയുണ്ടാകും? എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ട് അന്നത്തെ മെസ്സേജ് മിനിയാൻറ്റി ആയിരുന്നു. ആ മെസ്സേജ് ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് അനുഗ്രഹമായിരുന്നു. കുറെ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രയോജനപ്പെടും. ആത്മശക്തി പ്രാപിച്ചു എന്ന് സകലം. അപ്പോൾ പാസ്റ്ററുടെ മോൻ കയറി വന്നിട്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഓൾ നൈറ്റ് പ്രയർ മിനിയാൻറ്റി ആയിരുന്നു സാർ പാസ്റ്റർ. ഞാനും അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് അതല്ല ഓർമ്മ, അത് നിങ്ങൾക്ക് ആർക്കും ഓർമ്മ? ആ മെസ്സേജ് എനിക്ക് ഓർമ്മയില്ല. ഹല്ലേലൂയ. ഇത് പറഞ്ഞപ്പോഴത്തേന് അവിടെ ഇവിടെ ഈ എളിയവനും ഉണ്ട് ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അല്ലെ പിള്ളേർ അവിടെ നിന്ന് കളിയാക്കുന്നത്, ശൗൽ 1000 ദാവീദ് 10,000 അസൂയക്ക് ഇപ്പോഴും മാറ്റമൊന്നുമില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു തമാശയായിരുന്നെങ്കിൽ കൂടി ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഒരിടത്ത് പോലും ഹല്ലേലൂയ മറ്റൊരാളെ പുകഴ്ത്തി പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മനസ്സിന് പ്രയാസമുണ്ട് ആൾക്കാർ. ഹല്ലേലൂയ. ഇന്നലത്തെ ദേവദാസൻ പറഞ്ഞതുപോലെ മറ്റൊരാൾ തന്നെക്കാട്ടി വലുതായിട്ട് ബർന്നബാസ് എവിടെയോ കിടന്ന് ശൗലിനെ പിടിച്ചോണ്ട് വന്ന് നിർത്തി കഴിഞ്ഞപ്പം പിന്നീട് നോക്കും പൗലോസ് പറയും. ഹല്ലേലൂയ. ആ പൗലോസിന്റെ പേര് പിന്നെ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടപ്പോൾ ബർന്നബാസിന് തോന്നായിരുന്നു, അയ്യോ ഞാൻ അവിടുന്ന് അവൻ ആരും ഇല്ലാന്ന് പോയിട്ട് വിളിച്ചുകൊണ്ടുവന്ന് നിർത്തി. ഹല്ലേലൂയ. അവന്റെ വെളിപ്പാടൊക്കെ, ക്രിസ്തു വെളിപ്പാടൊക്കെ പറയാൻ അനുവാദം കൊടുത്തപ്പോൾ ഇപ്പൊ പൗലോസ് പൗലോസ് പൗലോസ്. പിന്നീട് ഇങ്ങോട്ട് പൗലോസിന്റെ ഒരു തേരോട്ടമാണ് നമുക്ക് പറയാം. കാരണം പിന്നെ പൗലോസിനെ നമ്മൾ കാണുന്നത് മൊത്തം അപ്പോസ്തല പ്രവൃത്തി എടുത്തു കഴിഞ്ഞാൽ. ഹല്ലേലൂയ. അപ്പം അവിടെ അസൂയ വേണേ ഉണ്ടാകാം, ഇല്ലേ? പക്ഷെ അങ്ങനെ അസൂയപ്പെടുന്നതായിരിക്കില്ല ദൈവസഭ. കാരണം അസൂയ ആരുടെയാന്ന് ചോദിച്ചാൽ അത് പിശാചിന്റെ സ്വഭാവമാണ്, ദൈവമക്കളുടെ സ്വഭാവമല്ല. നമുക്ക് നമ്മളെക്കാട്ടി നന്നായിട്ട് ഒരാൾ ശുശ്രൂഷിക്കുന്ന കാണുമ്പോൾ, അല്ലെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ കൂടെ പ്രാർത്ഥിച്ചവർ ഹല്ലേലൂയ വെളിപ്പാടും ദർശനങ്ങളൊക്കെ കണ്ട് ഹല്ലേലൂയ അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടാകുന്നത്. കാരണം ഞാൻ എൻ്റെ അനുഭവത്തെ പറയുന്നത്, അന്യഭാഷ സംസാരിക്കാത്തവരൊക്കെ പുതിയ ഭാഷ, പുതിയ കൃപാവരങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ആദ്യമായിട്ട് സംസാരിക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങൾ, അപ്പം നമ്മളുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ പ്രായമൊക്കെ കുറവാണെങ്കിൽ ഹല്ലേലൂയ എനിക്ക് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്ന കാണാൻ, നമ്മുടെ മക്കളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷമാണ്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അസൂയ എവിടെയെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ, ഒരാളുടെ ശുശ്രൂഷ കണ്ടിട്ടോ നമുക്ക് അസൂയ അല്ല വരണ്ടെന്ന്, ഒരാളുടെ ശുശ്രൂഷ കാണുമ്പോൾ ആഗ്രഹം വരണം. എനിക്ക് വന്നിട്ടുണ്ട്, കർത്താവേ എനിക്കും ഇതുപോലെ ചെയ്യണം.
എനിക്കും ഇതുപോലെ വേണം എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷേ അവിടെ അയ്യോ എനിക്കില്ലല്ലോ അവനുണ്ടല്ലോ എന്നല്ല തോന്നലല്ല ചോദിക്കുന്നത്. ഹാലയിൽ നമുക്ക് ഒരാൾ അതുപോലെ ചെയ്യും, കർത്താവ് എനിക്ക് എന്താ എനിക്കിതുപോലെ വേണം, എനിക്കിത് വേണം, ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹാലയിൽ അവർക്ക് കൊടുത്തല്ലോ ഇത് എനിക്കെന്താ, അവർക്ക് കൊടുത്തല്ലോ എനിക്കെന്താ, ഇത് ഞാൻ പറയാറുണ്ട്. പക്ഷേ അല്ലാണ്ട് നമുക്ക് ഒരിക്കലും അവരെന്നെക്കാട്ടി കേമരായത് കണ്ടിട്ട് അസൂയ നമുക്കുണ്ടാകാൻ പാടില്ല. ഹാലേലുയ. അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, ദൈവത്തിന്റെ സ്വഭാവമല്ല നമ്മളിൽ വ്യാപരിക്കും, നമ്മൾ മനസ്സിലാക്കണം. ആമേൻ, സ്തോത്രം. ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഹാലേലിയ, നമ്മൾ ആദ്യം വായിച്ച വാചകത്തിലേക്ക്, അപ്പം നമ്മുടെ വായിൽ ദൈവം അധികാരം തന്നിട്ട് നമ്മുടെ വീട്ടിൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ അധികാരം ഉപയോഗിച്ച് നമ്മൾ അതിനെ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ പറയണം. എപ്പോ വരെ പറയണം? അത് മാറിപ്പോകും വരെ പറയണം, അത് സംഭവിക്കും വരെ പറയണം. കാരണം നമ്മുടെ മേലുള്ള അധികാരം നമ്മുടെ വായിലൂടെ നാവിലൂടെ പുറത്തു വരണം, അത് ശക്തിയായി പുറത്തു വരണം. ഹാലേലിയ. ചില വിഷയങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ മാറത്തില്ല, അനേക ദിവസങ്ങളെടുത്ത് അത് നമ്മൾ പറയുമ്പോൾ അതവിടെ പ്രവർത്തിച്ച് അത് വെറുതെ പോകത്തില്ല. ഞാൻ പറയാം, ഒരു കാര്യം പോലും, നമ്മുടെ ഒരു പ്രാർത്ഥന പോലും അത് പാഴായി പോകത്തില്ല. നമ്മൾ കേട്ട പ്രവചനങ്ങളൊന്നും അത് പാഴായി പോകത്തില്ല. ഹാലിലിയ. കാരണം നമ്മൾ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹാലിലിയ അത് നിവർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഹാലിലൂയ. അതുകൊണ്ട് നമ്മുടെ വായിൽ തന്നിരിക്കുന്ന അധികാരം ഹാലിലിയ. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയുന്നത് അത് ഇരുവായത്തുള്ള വാളാണ്, അത് ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്, പ്രാണയാത്മാവിനെയും സന്ധി വചകളെ വരെ വേർപിടിവിക്കുക തുളച്ചു കയറി ചെല്ലുന്നതാണ് ദൈവത്തിന്റെ വചനമെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അതുപോലെ ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മുമ്പിൽ കാണുന്നതിനെ കണ്ടിട്ട് പറയരുത്. പണ്ട് സോണി എപ്പോഴും പറയായിരുന്നു, എനിക്ക് ഭയങ്കര വേദനയാ സിസ്റ്ററെ, എനിക്ക് ഭയങ്കര പനിയാ പാസ്റ്റേ, ഇത് പറയരുത്. നിനക്ക് ഭയങ്കര പനിയാന്ന്, നിനക്ക് ഭയങ്കര പനി തന്നെയായിരിക്കും. ഹാലലൂയ. അതിനെ നീ തിരിച്ച് പറയണം. അല്ലെ, ചെറിയ പനിയൊക്കെ ഉണ്ട്, കാര്യമില്ല, ഒരു ചെറിയ വേദന, ഇത് നീ പറയുമെങ്കിൽ അങ്ങനെ സംഭവിക്കും. എപ്പോഴും സമയത്ത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ നമ്മൾ പറയരുത്. കാരണം അല്ലെങ്കിൽ ചെറിയ നല്ല തലവേദനയാണ്, എന്താ പറയുന്നത്, തലവേദന നല്ലതാണ്, ഇതെങ്ങനെ ഇത് വിട്ടുപോകും? ഹല്ലേലൂയ. ഇതുപോലെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഹല്ലേലൂയ അതിന്റെ മേൽ നിന്ന് പവർ പുറപ്പെടും. ഈ പവർ പുറപ്പെടുമ്പോൾ ഒരു കാര്യം, ക്രിസ്തു നിന്നോട് പ്രകാശിക്കുന്നു. അത് നീ പറയുന്നത് നെഗറ്റീവ് ആകട്ടെ പോസിറ്റീവ് ആകട്ടെ അതിന്മേൽ ഹല്ലേലൂയ ഫലം കാണുന്നെങ്കിൽ പവർ ഉണ്ടെന്ന് മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് പവർ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ക്രിസ്തു നിന്നിൽ വെളിപ്പെടുന്ന മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രകാശം മനസ്സിലാക്കി നിങ്ങളുടെ വായിക്കൊണ്ട് ഒന്നിനെയും നോക്കി നിങ്ങൾ ഹല്ലേലൂയ ശത്രുവിന്റെ ആഗ്രഹം പറയരുത്, ദൈവത്തിന്റെ ആഗ്രഹം മാത്രമേ പറയൂ. നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ എന്താ? ശത്രുവിന്റെ ആഗ്രഹം നമ്മൾ പറയുന്നത്. പിശാചിന് വേണ്ടിയിട്ട് നമ്മുടെ നാവിനെ ഉപയോഗിക്കുന്നു. നിങ്ങൾ ഒരാളെ നോക്കാൻ മുടിഞ്ഞു പോട്ടെ, നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിശാചിന്റെ ആഗ്രഹത്തെ നിങ്ങളുടെ വായിലൂടെ നിങ്ങളത് ഡിക്ലെയർ ചെയ്യുന്നു. ആരെയും നോക്കി അത് പറയാൻ പാടില്ല. ഹാലൂയ. അത് ശത്രു ആകട്ടെ, നമുക്ക് ശത്രുക്കളോട് ശത്രുത്വം വെക്കാൻ പാടില്ല. ഇപ്പൊ ശത്രു ഉണ്ടോ ഇരുന്നോട്ടെ, നമ്മുടെ ഒരു ആവശ്യമില്ല, നമ്മൾ ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയാണ്, നമുക്കങ്ങ് ദൈവമൊന്നും നമ്മളല്ലാത്തോണ്ട് നമ്മുടെ ഉള്ളിൽ ശത്രുത്വമൊക്കെ ഉണ്ടാവും. ഹലലി നല്ല ഹലൊരു ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് വലിയൊരു വില കൂടിയ വണ്ടി അതൊക്കെ പെട്ടെന്ന് വാങ്ങിയൊക്കെ ചെയ്യാതെ കിട്ടുകയൊക്കെ ചെയ്യണമെങ്കിൽ എല്ലാ മനുഷ്യർക്ക് അഹങ്കാരം ഉള്ളിൽ വരില്ലെന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഹങ്കാരം ഇല്ലെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ബോഡി ലാംഗ്വേജിൽ അത് വരും, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ അത് വരും. ഹാലലിയ. നമ്മൾ അത് ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാണ്ട് വരും അത്. ഹാലലിയ. ഇതൊക്കെയെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു പ്രൈഡ്നെസ് ആണ് ഇത്. കാരണം ചേച്ചി മറ്റുള്ളവർ മുമ്പിച്ച് നമുക്ക് ഇത്രയൊക്കെ ദൈവം തന്നല്ലോ എന്നുള്ള അഭിമാനം ഇങ്ങനെ കയറുമ്പോൾ ഈ അഭിമാനത്തെ ഇച്ചിരി കൂടപ്പെടുത്തി എന്താ പറ്റുന്ന വെച്ചാൽ നമ്മൾ അറിയാണ്ട് അതിൽ ഇച്ചിരി അഹങ്കരിക്കാൻ തുടങ്ങും. പെട്ടെന്നൊരു നല്ല വീട്, ഏറ്റവും അനുഗ്രഹിക്കേണ്ട ഭവനം നമ്മുടെ കയ്യിലേക്ക് ലഭിച്ചു നിൽക്കട്ടെ. നമുക്ക് അതിനകത്ത് കയറുമ്പോഴൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോഴൊക്കെ നമുക്ക് അഹങ്കാരമൊക്കെ ഉള്ളിൽ അറിയാണ്ട് വരും. കാരണം വെച്ചാൽ ഇതിനകത്ത് എന്താ പറയാ, ഓരോ കാര്യങ്ങളും ഓരോരുത്തർ കണ്ടാ വാവ് നല്ലതാണല്ലോ, നല്ല ഭംഗിയായിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ ഇച്ചിരി സന്തോഷത്തെക്കാട്ടി ഉപയോഗിച്ച് അഹങ്കാരം കിടക്കാൻ. ഇതെന്താ വെച്ചാൽ ഇത് മാനുഷികമാണ്, മനുഷ്യന്റെ സ്വഭാവത്തിലുള്ളത് ഇതൊക്കെ. ഹാലലി. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ നിമിഷവും ഹാലലി അതിന് എന്താ ചെയ്യേണ്ടത്? ഇത് ഉണ്ടാകാതിരിക്കുകയാണ്. ഞാൻ പണ്ടെപ്പോഴും പറഞ്ഞത്, എനിക്ക് ദൈവം വാഗ്ദത്തം ചെയ്തു തന്നെയാണ് BMW
വലിയ വണ്ടി, ഭയങ്കര ഇതുള്ള വണ്ടി. അപ്പം പെട്ടെന്ന് ഫുൾ പേയ്മെന്റ് കൊടുത്തൊരു BMW X5 ഒക്കെ കയ്യിൽ വന്നപ്പോൾ ഇച്ചിരി അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഓടിച്ചൊക്കെ കൊണ്ട് പാർക്ക് ചെയ്ത് നമ്മൾ അതിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ നമ്മളുടെ ബോഡിയിൽ ഇതിലൊക്കെ വന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, കാരണം വെച്ചാൽ ഉള്ളവരെ ഉള്ളതുപോലെ പറയണം. അപ്പൊ ഇത് പക്ഷെ പിന്നീട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനമൊക്കെ നമ്മൾ പറയുമ്പോൾ ശരിയാണല്ലോ, ഇത് നമുക്ക് വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ നമുക്ക് വരാൻ പാടില്ലല്ലോ, അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് സന്തോഷം വരാം, എന്റെ കർത്താവ് എനിക്ക് തന്നല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ എവിടെയെങ്കിലും നമ്മൾ അഹങ്കരിക്കുന്നെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ വിവാഹ ജീവിതമൊക്കെ ലഭിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയ രാജ്യത്ത് പോയി അവിടെ വലിയ നല്ല രീതിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് പറയുമ്പോഴൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇച്ചിരി സന്തോഷം പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഇച്ചിരി നമ്മുടെ ഉള്ളിൽ ഇച്ചിരി അഹങ്കാരത്തോട് പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ മാറിപ്പോൻ വേണ്ടി പറയണം. കാരണം ഹല്ലേലൂയ, ദൈവത്തിന്റെ അല്ലാത്ത എന്ത് സ്വഭാവം നമ്മളിൽ വന്നാലും നമ്മൾ പിശാചിനെ സപ്പോർട്ട് ചെയ്യുന്നവരായി മാറുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അവന്റെ കാര്യം, അവന് സന്തോഷിപ്പിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയല്ല ദൈവം നിനക്ക് നാവ് തന്നിരിക്കുന്നത്. ആ നാവിൽ ദൈവം നിന്നെ ഹല്ലേലൂയ അഭിഷേകം ചെയ്ത് അധികാരപ്പെടുത്തിയിരിക്കുന്നത് സാത്താനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല. നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ പറയുവാനും ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനുമാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായി മാറത്തുള്ളൂ. അങ്ങനെയൊക്കെ കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുക നമ്മളൊക്കെ. ഇവിടെ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് തന്നെ, ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഫേസ്യർ 4 അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആമേൻ. അപ്പൊ ഉറങ്ങുന്നവരുടെ മേൽ ഇടയിൽ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കും. ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിച്ചാൽ നമ്മൾ നിൽക്കുന്നത് ഇരുട്ടിലായിരിക്കത്തില്ല, നമ്മൾ നിൽക്കുന്നിടത്ത് വെളിച്ചം വ്യാപരിക്കും. ഇരുട്ടിന്റെ ശക്തികൾക്ക് ഇരിക്കാൻ കഴിയും. നമ്മൾ കടന്ന് ചെല്ലുന്നിടത്ത്, നമ്മൾ നടന്നു പോകുന്നിടത്ത്, നമ്മൾ ശുശ്രൂഷിക്കുന്നിടത്ത്, നമ്മൾ താമസിക്കുന്നിടത്ത്, എല്ലായിടത്തും ഹല്ലേലൂയ ഇരുട്ട് ഭരണം ചെയ്യാൻ ഇടയാകത്തില്ല. അവിടെ എല്ലാം വെളിച്ചം വ്യാപരിക്കും. നമ്മളൊരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഒരു കാര്യം ഞാൻ പറയും, നമ്മുടെ അഭിഷേകമുള്ളത് എന്താ പറയാ, അഭിഷേകം കാര്യങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർ കാര്യങ്ങളെ നിയന്ത്രിക്കുമെന്നല്ല, അല്ലെങ്കിൽ ഇത്ര നാൾ ഭരിച്ചുകൊണ്ടിരുന്ന ആത്മാവില്ലാത്തവർ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നില്ല, അഭിഷേകം തീരുമാനിക്കും കാര്യങ്ങൾ. അഭിഷേകമുള്ളവന്റെ ഉള്ളിൽ ഹൃദയത്തിൽ വിചാരിക്കുമ്പോൾ മറ്റുള്ളവരെ കൊണ്ട് ദൈവം അത് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞതുപോലെ ബാങ്ക് ചാർജസ് പേ ചെയ്യാനായിട്ട് 26,500 ബാങ്കിന്റെ നമ്മുടെ ലീഗൽ വാല്യുവേഷൻ ഹല്ലേലൂയ, മറ്റേ എന്താ പറയുക ലീഗൽ ചാർജസ് ഒക്കെ ഒരു ആദ്യമൊന്നും ലോൺ എടുത്ത സമയത്തൊന്നും വന്നില്ല, ഇപ്പൊ ഇടയ്ക്ക് വന്നിട്ട് പേ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ 10ന്റെ കാശില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനിങ്ങനെ കർത്താവേ, അപ്പൊ ഞാൻ വിചാരിച്ചു ആരോടെങ്കിലും ചോദിച്ചാലോ, അപ്പൊ ദൈവം നീ ചോദിക്കേണ്ടെന്ന്. ചോദിക്കേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ ഉത്തരവാദിത്തം, ദൈവം തന്നെ പ്രവർത്തിക്കുമല്ലോ. നമ്മളോട് ദൈവം പറയാണ് നീ ചോദിക്കണ്ട, നീ പോകണ്ടെന്ന് പറഞ്ഞ് അടിക്കണം. അപ്പം ഇന്നലെ ഹല്ലേലൂയ ഞങ്ങളുടെ അമ്മ ഹല്ലേലൂയ അത് ഞാൻ തരാൻ കൊണ്ടുപോയി ഇട്ടിട്ട് വെറുതെ ബാങ്കിൽ ഞാൻ പറഞ്ഞു, എന്നോട് ബാങ്കിൽ പോകാൻ ഞാൻ പറഞ്ഞു, ഞാൻ ബാങ്കിൽ പോകത്തില്ല, മാനേരെ കാണാൻ മടിയാ, കാരണം പൈസ അടച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചില്ല ആരോടും, പക്ഷേ ഇങ്ങോട്ട് അത് തരാൻ ഇടയായി. ഹല്ലേലൂയ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കാരണം എന്താ വെച്ചാല് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്ക് പോലും വെച്ചിരിക്കുന്ന എടുത്തിട്ട് ചില ദൈവദാസന്മാർക്ക് കൊടുക്കാൻ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് പറയുന്നതെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നല്ല, അത് സേഫാക്കി മാറ്റി വെക്കുക എന്നല്ല. ഞാനത് അങ്ങനെ തന്നെ എടുത്ത് നമ്മുടെ കയ്യിൽ വേറെ ഒരു പൈസ ഇല്ലെങ്കിലും കൊടുക്കാറുണ്ട്. അത് ഇപ്പോഴും ചെയ്യാറുണ്ട്, നേരത്തെ ചെയ്യാറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ലോ എന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവം അതപ്പം എന്താ പറയാ, നമ്മൾ അതിന് കൂടുതൽ ഇപ്പൊ നമ്മൾ എല്ലാവരെക്കാട്ടും വലിയ ആളെന്നല്ല, പക്ഷേ പല സമയത്തും നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഇടയാകുമ്പോൾ, ദൈവം പറയുന്നിടത്ത് നിൽക്കുമ്പോൾ നീ ചോദിക്കേണ്ടതാ ചോദിക്കാതിരിക്കണം. കാരണം എന്റെ പറഞ്ഞത് ആരാന്ന് വെച്ചാൽ എന്റെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞെങ്കിൽ നിന്നോടൊരു കാര്യം ചെയ്യരുത് അല്ലെങ്കിൽ നീ അതിന് പോകരുത് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കേട്ടനുസരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ആ കാര്യത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാന്ന് വെച്ചാൽ ദൈവത്തിന് തന്നെയാണ് ഉത്തരവാദിത്തം. ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ പ്രാവശ്യം ദൈവത്തിൽ ചില ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ദൈവം പറയും ആരോടും ചോദിക്കണ്ട, മനുഷ്യരോട് ചോദിക്കണ്ട. ഹല്ലേലൂയ. ചോദിക്കണ്ടെന്ന് ദൈവം പറഞ്ഞാൽ പിന്നെ എനിക്കത് ടെൻഷനില്ല. കാരണം വെച്ചാൽ അത് ദൈവം
തന്നിരിക്കുന്ന ഒരു ഉറപ്പാണ്. ഹല്ലേലൂയ. ഇന്നലെ രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ ഞാനിങ്ങനെ ഓർത്തിരുന്നു, സ്വർഗത്തിലെ ദൈവത്തോട് മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ ആവശ്യങ്ങൾക്ക് വേണ്ടി. സ്വർഗത്തിലെ ദൈവത്തോട് ചോദിച്ചത് മറ്റുള്ള ആ മുഖത്തേക്കാണ് നോക്കുന്നെങ്കിൽ മറ്റാരുടെ മുഖത്തേക്ക് നോക്കേണ്ടി വരത്തില്ല. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതകരമായി. അപ്പം ദൈവത്തിന് നമ്മൾ ഒരിക്കലും പിശാചിന് വായ കൊടുക്കാൻ നാവ് കൊടുക്കരുത്. അതുപോലെ തന്നെ പറയാം, നമ്മൾ നിൽക്കുന്നിടത്ത് അഭിഷേകം കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. നമ്മളുടെ ഹൃദയത്തിൽ എന്താ ആഗ്രഹിക്കുന്നത്, അല്ല നമ്മൾ എന്താണോ തീരുമാനിക്കുന്നത്, നമ്മൾ എന്താണോ പറയുന്നത്, അത് ആരെ കൊണ്ട് ദൈവം നടപ്പിലാക്കുമെന്ന് വെച്ചാൽ അവിടെ മറ്റുള്ളവരെ കൊണ്ട് ദൈവം നടപ്പിലാക്കി. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ദൈവദാസൻ വൃത്തിപ്പെട്ട സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. വാഹനം മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു സിസ്റ്ററെ, മീറ്റിംഗ് നടക്കാൻ പൈസ ഇല്ലായിരുന്നു, അങ്ങനെ അതിന് പൈസ ഇല്ലായിരുന്നു, ഇങ്ങനെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ അവിടെയുള്ള ഏറ്റവും വലിയ പണക്കാരന്റെ മോളുടെ ദേഹത്ത് ഭൂതം കയറി, അവിടെ ഒരു രോഗം വന്ന്. ഹല്ലേലൂയ. അപ്പൊ ദൈവം വന്ന് പ്രാർത്ഥിക്കാൻ വിളിക്കും. ദൈവം പറഞ്ഞ് നീ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊക്കെ എന്താവശ്യമാണ് വേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ അത്ര എമൗണ്ട് ചെക്ക് എഴുതി കൈ കിട്ടും. ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിലെ ദൈവം ആരെ കൊണ്ട് വഴി തുറപ്പിക്കുന്ന ചോദിച്ചാൽ ആത്മാവുള്ളവൻ പ്രാർത്ഥിക്കുമ്പം ആത്മാവില്ലാത്തവനെ കൊണ്ട് ദൈവമില്ലാത്തവനെ കൊണ്ട് തന്നെ വഴി തുറപ്പിക്കാൻ ഇടയാകും. അതുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തു പ്രകാശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചില ഇരുട്ടിനെ മാറ്റാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നത്. ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഭരിക്കത്തില്ല, ആ ദേശത്തിന്റെ ശക്തികൾ വാഴത്തില്ല, അവിടെ നമ്മൾ വാഴ്ച നടത്തും. കാരണം വെച്ചാൽ നമുക്കാണ് അധികാരം തന്നിരിക്കുന്നത്, നമ്മളാണ് വാഴേണ്ടവർ. അങ്ങനെ നമുക്ക് ആർക്ക് ആകുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നമ്മളിരിക്കുന്ന ക്രിസ്തു വെളിപ്പെടാത്തതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി ക്രിസ്തു നമ്മളുടെ പ്രകാശിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.